വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽബട്ടൺ അമർത്തുക. അക്കൗണ്ടൻസി റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട് 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് സ്റ്റെപ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, തേർഡ് സ്റ്റെപ്പ് ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രേഡിംഗ് അക്കൗണ്ട്. It is an account which is prepared to ascertain gross profit or gross loss of the business. All direct expenses relating to production are debited in trading account, and all direct expenses are credited of the credit side exceed debit note. The result will be gross profit. It should be transferred to the credit side of the profit and loss. If the debit side exceeds credit side, the result will be gross loss. It should be transferred to the debit side of the profit and loss account. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന അക്കൗണ്ടാണെന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുക. ഇതിൽ നമ്മൾ പ്രോഫിറ്റ് ഒരു ലോസ് ആയിരിക്കും. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതണം. ട്രേഡിംഗ് ക്രെഡിറ്റ് സൈഡിൽ ഓൾ ഡയറക്റ്റ് ഇൻകംസും. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്, അത് ഗ്രോസ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഈ ബാലൻസ് വരുന്ന എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്കതിൻ്റെ ഫോർമാറ്റ് നോക്കാം. Trading account for the year ended. 4 columns ആണ്. particulars amount, debit side, credit side, 2 sides ആണ് അക്കൗണ്ടിനുള്ളത്. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് റിട്ടേൺസ് ഉണ്ട് ലെസ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫ്രൈറ്റ്, മാനുഫാക്ചർ എക്സ്പെൻസ്, ക്യാരേജ് ഇൻവേഡ്, ഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ്, കോയിൽ, ഗ്യാസ്, വാട്ടർ, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി എക്സ്പെൻസ്. ക്രെഡിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നത് ഇൻകംസ് ആണ്, ഡയറക്റ്റ് ഇൻകംസ്. സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലോസ് ബൈ ഫയർ. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലെങ്കിൽ അതിൻ്റെ ബാലൻസ് എമൗണ്ട് എഴുതാൻ ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കൂടുതലെങ്കിൽ അതിൻ്റെ ബാലൻസ് കിട്ടുന്ന ക്രെഡിറ്റ് സൈഡിലാണ്, അതിനെ ഗ്രോസ് ലോസ് എന്നാണ് പറയുക. നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്താലോ? From the following details, prepare trading account. Opening stock 12,500, purchase 22,000, purchase returns 2,000, wages 2,000, carriage inward 500, sales 57,000, sales returns 3,000, closing stock 15,000. Trading account prepare 4 columns ആണ് വേണ്ടത്. particulars amount, debit സൈഡും ക്രെഡിറ്റ് സൈഡുമാണ് വേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നത് ഡെബിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക, 12,500. പർച്ചേസ് റിട്ടേൺസ് ഉണ്ടോ എന്ന് നോക്കാം. പർച്ചേസ് 22,000, പർച്ചേസ് റിട്ടേൺസ് 2,000 അത് ലെസ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് 20,000. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡിൽ എഴുതുക 2,000. ക്യാരേജ് ഇൻവേഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡിൽ എഴുതുക 500. ഇനി ഇൻകംസ് ആണ്. ഡയറക്റ്റ് ഇൻകം സെയിൽസ് തന്നിട്ടുണ്ട് 57,000. സെയിൽസ് റിട്ടേൺസ് അതിൽ 3,000 മൈനസ് 54,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 15,000. ഇനി ഏത് സൈഡ് എമൗണ്ട് കൂടുതൽ നോക്കാം. നമുക്കിവിടെ നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് 69,000. ഡെബിറ്റ് സൈഡ് എമൗണ്ട് കുറവാണ്. ബാലൻസ് കിട്ടുന്ന എമൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കുറവാണ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതുന്നു. അതിൻ്റെ എമൗണ്ട് 34,000. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്യുമ്പോൾ. ഓക്കെ, താങ്ക് യു.